സൂര്യ എന്ന പേര് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു നടനെയല്ല, ഒരു കാലഘട്ടത്തെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സിംഗം ഡയലോഗുകൾ, അയൻ്റെ സ്വാഗ്, വാർണാരം ഇമോഷൻസ്, അങ്ങനെ സൂര്യ തമ്മിലുള്ള ഇമ്പാക്റ്റ് ഒട്ടും ചെറുതല്ലായിരുന്നു. എന്തിനു പറയുന്നു, ആ മനുഷ്യൻ സ്ക്രീനിൽ വന്നാൽ തന്നെ ലിറ്ററലി തരുന്നൊരു ഇമ്പാക്റ്റും സ്ക്രീൻ പ്രസൻസും ഒട്ടും ചെറുതല്ല. അങ്ങനെ 2014 5-ാം സിനിമയുടെ റിലീസ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മാസീവ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കൊല്ലം ഗ്രാൻഡിൽ ഞാൻ കണ്ടത്. ഭയങ്കര ആഘോഷമായിരുന്നു സ്ട്രീറ്റിലെല്ലാം. എന്തോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായ മൂവിയാണ്. പക്ഷേ ക്രിട്ടിക്സ് എല്ലാം ആ മൂവിയെ ഭയങ്കര നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റിലോട്ട് കൊണ്ടെത്തിച്ചു. അതിനുശേഷം ഇറങ്ങിയ എല്ലാ മൂവീസും ഒരു മിക്സഡ് റിവ്യൂസ്, ഫ്ലോപ്സ് അങ്ങനെയൊക്കെ തുടർന്ന് ഏറ്റവും അവസാനം എല്ലാവരും പറഞ്ഞൊരു വാക്കുണ്ട്: സൂര്യയുടെ കാലഘട്ടം, സൂര്യ എന്നുള്ള നായകൻ കഴിഞ്ഞു. ഞാൻ സൂര്യയുടെ പടങ്ങൾ എല്ലാം തന്നെ തിയേറ്ററിൽ തന്നെ പോയി ആസ്വദിക്കുന്ന ഒരാളാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സൂര്യയുടെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എവിടെ എന്തോ നമുക്ക് ആവശ്യമുള്ള കുറേ എലമെൻറ്റ്സ് മിസ്സിംഗ് ആയിരുന്നു. സിംഹം എത്ര നാൾ നിശബ്ദമായിരുന്നാലും അതിൻ്റെ ഗർജനം കാടിന് മറക്കാൻ പറ്റില്ല. ലിറ്ററലി അത് തന്നെയാണ് കറുപ്പിൽ സംഭവിച്ചത്. ഡയറക്ടർ RJ ബാലാജി. കങ്കുവയുടെ ഓഡിയോ ലോഞ്ച് കണ്ടവർക്കറിയാം, RJ ബാലാജിയുടെ സ്പീച്ചിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്: നിങ്ങൾ ആഗ്രഹിച്ച സൂര്യയെ ഒരടി കുറയാതെ വളരെ ഇമ്പാക്റ്റോട് കൂടി നല്ല രീതിയിൽ കുക്ക് ചെയ്ത് നിങ്ങളുടെ കൈ തരൂ എന്നുള്ള കാര്യം ലിറ്ററലി ആ മനുഷ്യൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എല്ലാവരെയും ചിരിപ്പിക്കുന്ന മനുഷ്യൻ, കമൻട്രിയിൽ പോയി അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ വമ്പൻ ഇമ്പാക്റ്റ് വരുന്നൊരു മനുഷ്യൻ. പക്ഷെ ആ ഒരു ദിവസം ആൾ ലിറ്ററലി മനസ്സൊടഞ്ഞ് കരഞ്ഞു പോയ നിമിഷം ഭയങ്കരമായി തോന്നി. ഈ പ്രപഞ്ചത്തിനൊരു സത്യമുണ്ട്: നമ്മൾ എന്തൊരു കാര്യം ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നോ, അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണോ, അതിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടായിട്ട് തന്നെ ഈ പ്രപഞ്ചം നമുക്ക് റിട്ടേൺ ചെയ്യും. അതായിരുന്നു RJ ബാലാജി നമുക്ക് തന്നിട്ടുള്ള കറുപ്പ്. സായ് അഭ്യങ്കർ, ഒരു യങ്ങസ്റ്റ് സെൻസേഷൻ. വാവ്! തിയേറ്ററിലെ ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഓരോ പാട്ടും അത്ര ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ റഹ്മാൻ ആയിരുന്നുണ്ടെങ്കിൽ ഈ മൂവി ഒരു ആവറേജിൽ നിന്ന് പോകുന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. പക്ഷേ ഇത് ഒരു യങ് സെൻസേഷന് മാത്രമേ പറ്റൂ. എല്ലാവരും പറയുന്ന പോലെ ഹീ ഈസ് ദ നെക്സ്റ്റ് ബിഗ് തിങ്, ഒരു സംശയമില്ല. സിനിമാറ്റോഗ്രാഫി TK വിഷ്ണു. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. മെറസലും ജവാനൊക്കെ കണ്ട സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. TK വിഷ്ണുവിൻ്റെ വിഷ്വൽസിൽ സൂര്യയെ കാണാനായിട്ട് ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ടായിരുന്നു. TK വിഷ്ണു ആ മനുഷ്യനില്ലായിരുന്നുണ്ടെങ്കിൽ ഈ പടത്തിന് ഇത്രയും വലിയ ഗ്രാഫ് കിട്ടില്ലായിരുന്നു. സോ RJ ബാലാജി, സായ് പ്ലസ് TK വിഷ്ണു, അവർ മൂന്നുപേരുടെ കോമ്പിനേഷൻ്റെ ഒരു വമ്പൻ ട്രീറ്റ് തന്നെയായിരുന്നു കറുപ്പ്. ഒരു പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ പറ്റുന്ന എല്ലാ എലമെൻസും ഈ മൂവിയിൽ അവർ മിക്സ് ചെയ്തു. എനിക്ക് ഫസ്റ്റ് തിയേറ്ററിൽ ഇരുന്നിട്ട് ആ മൂവി കണക്റ്റ് ആയ മൊമെൻ്റ് ആയിരുന്നു. ഉദരൻ ചേട്ടൻ കാണുന്നൊരു സ്വപ്നമുണ്ട്. കറുപ്പ് സ്വാമിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കാണിക്കും. അത് ഒരു രക്ഷയില്ലായിരുന്നു. അവിടുന്ന് ടൈറ്റിൽ കാർഡ് ഞാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിട്ടുണ്ട്. ശ്രീകാന്ത്, വിജയ്, കമൽഹാസൻ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഓരോ സ്പെഷ്യൽ ടൈറ്റിൽ കാർഡൊക്കെ വീഴുമ്പോൾ വൈ സൂര്യയ്ക്ക് ഒരു ടൈറ്റിൽ കാർഡ് ഇല്ല എന്നുള്ള കാര്യത്തിൽ സ്പെഷ്യൽ താങ്ക്സ് കാർത്തിക് സുബരാജിന് തന്നെ. റിട്രോയിലൂടെ ആ ഒരു 1 എന്നുള്ള ടൈറ്റിൽ കാർഡ് സൂര്യയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അത് ലിറ്ററലി RJ ബാലാജി നെക്സ്റ്റ് ലെവലിൽ എത്തിച്ചു. സീരിയസ്ലി കൂടെ സായിയുടെ BGM കൂടെ വന്നപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു. ദെൻ ഇൻട്രവൽ സീക്വൻസ്. ഒരു സൂര്യ ഫാൻ എന്നുള്ള നിലയിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കും ഇതുപോലുള്ളൊരു ഇമ്പാക്റ്റ് ഉള്ളൊരു ഇൻട്രവൽ സീൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു പോകും. അത് തന്നെ ആയിരുന്നു ആ ഒരു മൂവിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യവും. അതിനുശേഷം അങ്ങോട്ട് മോഡ് അങ്ങോട്ട് ഓണായ ഒരു മൊമെൻ്റ് ആയിരുന്നു. ഇൻ്റർവെല്ലിന് ശേഷം പടത്തിൻ്റെ പോക്ക് തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ലാഗ് ഉണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് ഭയങ്കരമായിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ടുള്ള ട്രീറ്റ് തന്നെയായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആസ് എ സൂര്യ ഫാൻ, സിംഗം 2 5-ന് ശേഷം ഒരു സൂര്യ മൂവിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിസീവിംഗ് ആണ് കറുപ്പ്. 2015 പ്രേമം എന്നുള്ള സിനിമ റിലീസ് ചെയ്ത സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മാസിന് വേണ്ടിയിട്ട് ഞാൻ തിയേറ്ററിൽ പോയ സമയത്ത് മാസ് കൊള്ളില്ല എന്ന് പറഞ്ഞ് എല്ലാവരും പ്രേമത്തിന് പോയൊരു നിമിഷമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് സൂര്യയുടെ ഒരു പടത്തിനും വേണ്ടത്ര റിസീവിങ് കിട്ടിയില്ല. എന്നാൽ മികച്ചതായിട്ട് വന്ന 2 സിനിമ OTTയിലും പോയി. കാലം ഒരുപാട് നാൾ ആ മനുഷ്യനെ ടെസ്റ്റ് ചെയ്തു. സൂര്യയുടെ ഓരോ തകരുമ്പോഴും അത് സൂര്യയെ മാത്രമല്ല എഫക്റ്റ് ചെയ്തത്, സൂര്യ വിശ്വസിച്ച് നിന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കോൺഫിഡൻസിനെയും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണം. വിജയുടെ സിനിമയൊക്കെ വരുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ഈവൻ ശിവകാർത്തിൻ്റെ പല മൂവീസും ഏറ്റെടുത്ത് ഒരുപാട് മൂവി റിവ്യൂസ് ഉണ്ട്. എക്സ്പെഷ്യലി അശ്വന്ത് കോക്ക്, ഈ പറയുന്ന സായി, സീക്രട്ട് ഏജൻറ്റ്, ഈ 2 എണ്ണവും എന്ത് കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞെന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയില്ല. ഒരു സിനിമ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെന്ന് തോന്നിയാലും അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ വന്നാൽ ഒരു പടത്തിനെ എങ്ങനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അവന്മാരെ കണ്ടോണം പഠിക്കാനായിട്ട്. എന്ത് തേങ്ങയെ വിളിച്ചു പറയുന്നുള്ള കാര്യം അവന്മാർക്ക് പോലും അറിയില്ല. അപരാധം എന്ന് പറഞ്ഞൊരു വാക്ക് ഇത്രത്തോളം ട്രെൻഡിങ്ങിൽ എത്തിച്ച 2 എണ്ണം സീരിയസ്ലി ഭയങ്കര അലമ്പ് റിവ്യൂ ആണ് അവരിടുന്നത്. അത്രയ്ക്കൊന്നും ഇല്ല.
അവർ പറയുന്ന രീതിയിലുള്ള അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു കാര്യവും ഈ മൂവിയിലില്ല. അത് സിനിമ എൻജോയ് ചെയ്ത ഓരോ പ്രേക്ഷകനും പറയാനായിട്ട് സാധിക്കും. ചില സിനിമകൾ അങ്ങനെയാണ്, കൈയടിക്കാനുള്ളത് തന്നെയാണ്. ചില സിനിമയിൽ ലോജിക്ക് ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ സാറ്റിസ്ഫൈഡ് ആക്കും. ചില സിനിമ ഒരു ഫാൻ ബോയ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡയറക്ടർ എടുക്കുന്നതായിരിക്കും, അതങ്ങനെ പോയി തീരത്തുള്ളൂ. സൂര്യ ഫാൻസിന് ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റി പറ്റുന്ന ഒരു വമ്പൻ ട്രീറ്റ് തന്നെയായിരുന്നു കറുപ്പ്. ഒരു ഡൗട്ടും ഇല്ല. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 100% മൂവി നിങ്ങളെ സാറ്റിസ്ഫൈഡ് ആക്കും. അതിനുള്ള എല്ലാ എലമെൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. സൂര്യയുടെ പ്രസൻസ് ഒരു രക്ഷയില്ലായിരുന്നു. ഓരോ സീൻസിലും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു മാസ് സിനിമ കൊമേഴ്ഷ്യലി എങ്ങനെ എടുത്തു വെക്കണമെന്ന് ക്ലിയർ ആയിട്ട് RJ ബാലാജി പ്രൂവ് ചെയ്തു. നിങ്ങളെ കയ്യിൽ നിന്ന് 150 രൂപയോ 200 രൂപയോ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. ദാറ്റ് ഈസ് കറുപ്പ്. അത് അത്രയും വളരെ വൃത്തിയായി ഒരു കൊമേഴ്ഷ്യൽ എലമെൻ്റ് ഒക്കെ ചേർത്ത് ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കറുപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ലാബിൽ ചെറിയ ലാഗ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിലാണ് പടം പോകുന്നത്. സീരിയസ്ലി ഇതൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന മൂവിയാണ്. നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് OTTയിൽ കണ്ടു കഴിഞ്ഞാൽ. ആ ഒരു ഇമ്പാക്റ്റും ഇന്ന് ഫാൻസ് തിയേറ്ററിൽ കൊടുക്കുന്ന ആ റിസീവിങ് നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയേ തീരത്തുള്ളൂ. അല്ലാതെ ഈ കൂറ ക്രിറ്റിക്സിൻ്റെ റിവ്യൂസ് ഒന്നും കണ്ടിട്ട് വീട്ടിൽ കയറിയിരിക്കല്ലേ. ടേക്ക് യുവർ ടിക്കറ്റ്. 20 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. ഒഫീഷ്യലി വന്നിട്ടില്ല. അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയിൽ ഒഫീഷ്യലി വന്നിട്ടുണ്ട് 700K ടിക്കറ്റ്. തമിഴ്നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ 4th ഹയസ്റ്റ് മൂവി 700K വരുന്നത്. സൂര്യ ഈസ് ബാക്ക്. ദ കിങ് ഈസ് ഹിയർ. വളരെ പ്രൗഡ്ലി ഇനി പറയാനായിട്ട് പറ്റും, സൂര്യ ഈസ് ഗോയിങ് ടു റൂൾ Tamil industry, no doubt.